നിങ്ങൾ അതിനകത്ത് വലിയ വാശി പിടിക്കണ്ട. അതിലൊക്കെ അവരൊക്കെ തമ്മിൽ പ്ലീസ് മിണ്ടല്ലേ, അത് അവർ തമ്മിൽ പരിഹരിച്ചോളും. നാടോടുമ്പോൾ നടുവേ ഓടിയേ പറ്റൂ. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നമുക്ക് കിട്ടേണ്ടത് ലഭിച്ചേ പറ്റൂ. അതിന് ചില നയരൂപീകരണവും നയമാറ്റങ്ങളും നമ്മുടെ കേരളത്തിന് അനിവാര്യമാണ് എങ്കിൽ അത് ചെയ്തേ പറ്റൂ. അത് ചെയ്തു എങ്കിൽ അത് തെറ്റാണെന്ന് പറയാനൊക്കത്തില്ല. അത് കേരളത്തിൻ്റെ പുരോഗതിക്കാണ്, കേരളത്തിന് അവകാശപ്പെട്ട പണം അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല, നമുക്ക് അവകാശപ്പെട്ട പണം. ചില കണ്ടീഷൻസ് ആവശ്യമെങ്കിൽ അതിൻ്റെ പേരിൽ തടസ്സപ്പെട്ടു പോകാതെ കോടാനുകോടി രൂപ നമുക്ക് കിട്ടേണ്ടത് ആദർശങ്ങൾ പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാതെ അവസരത്തിനൊത്തുയർന്ന് പ്രവർത്തിച്ച് പറയാനുള്ള ഒരു ചിന്തയും ഭാവനയും വൈകിയാണെങ്കിലും ഇന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു എങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്തെല്ലാം മുദ്രാവാക്യങ്ങളും മാറ്റി നമ്മൾ ഈ CPI പറയുന്നത് സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നവരല്ലേ അവർ, സാമുദായിക സംവരണം പറയുന്നവരല്ലേ അവർ. ഇപ്പം എങ്ങനെ നിൽക്കുന്നു അതിനെപ്പറ്റി പറയാറുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ ജനങ്ങൾക്ക് ഉള്ള ഉപകാരമാണ് വേണ്ടത്. പിന്നെ ഇതെല്ലാം ആണെങ്കിലും അവർ അണനും തമ്മിൽ യോജിച്ചു പോകും. നിങ്ങളെല്ലാം വാശി പിടിച്ച് ഇങ്ങനെ ഓരോന്ന് മൂപ്പിക്കാൻ നോക്കിയാൽ അവർ മൂക്കേല. അത് മുന്നണി മര്യാദ കാണിക്കും. പിണറായി വെച്ച് സർ അതൊക്കെ പാസ്സാക്കി പോയി, മുന്നണി മര്യാദ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. അത് സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങ് അവസാനിക്കും. അല്ല, അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ ഒരു അന്തർധാരയില്ല. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിടത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? മാറിയും പറഞ്ഞു പോകും. അതിനകത്ത് അതൊക്കെ നമുക്ക് ഓരോരുത്തർ ഓരോ കഥ പറയുന്നതല്ലേ. ഒരു അന്തർധാരയിൽ BJP സെൻറ്റർ ഭരിക്കുന്നു. അപ്പോൾ അവരിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്നതിനോ ഇവിടെ കേരളം ഭരിക്കുന്ന CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളാണ്. അപ്പോൾ അവിടെ ചർച്ച ചെയ്ത് പലതും വാങ്ങുമ്പോൾ അത് അന്തർധാരയെന്നല്ല പറയേണ്ടത്, പ്രായോഗിക ബുദ്ധി എന്നാണ് പറയേണ്ടത്. പ്രായോഗിക ബുദ്ധി കഴിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിന് ഇവിടെ കിട്ടേണ്ട പണം വാങ്ങണ്ടേ കുഞ്ഞേ? ഏത് സംസ്ഥ വിനോദ് വിശ്വം പറഞ്ഞാൽ പിന്നെ തിരുത്തിക്കൊടുക്ക അർഹയില്ലെന്ന്. അതൊക്കെ മാറി. കാലഘട്ടത്തിന് വെച്ച് മാറണ്ടേ? കാലഘട്ടത്തിന് വെച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അത് അവരോട് ചോദിക്കണം. പക്ഷെ അവർ എതിർക്കുന്നേ ഉള്ളപ്പാ. അവസാനം ഇതെല്ലാം താത്തി ഈ പിണറായിയുടെ കൂടെ യോജിച്ച് അവർ പോകും. ചോദിക്കുക അതെവിടെ പോകാനാണ്? അതൊക്കെ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊക്കെ ഇവരോട് ചോദിക്കാതെ തന്നെ, അല്ലെങ്കിൽ ചോദിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒപ്പിട്ടാലും ഒന്നും വരാനില്ലെന്നുള്ള ചിന്തയായിരിക്കും.